ഇനി കേരളം മുഴുവൻ അനുഭവപ്പെടുന്നൊരു പ്രശ്നമുണ്ട്, ഈ മാലിന്യ പ്രശ്നം. കോട്ടയത്ത് മറ്റൊരു സ്ഥിതിയാണ്. കോട്ടയം കടുത്തുരുത്തിയിൽ ലാറ്റക്സ് ഫാക്ടറിയിൽ നിന്നും പുറന്തള്ളുന്ന മാലിന്യം നാട്ടുകാർക്ക് വലിയ ദുരിതമായി മാറിയിരിക്കുകയാണ്. വെള്ളവും വായുവും മലിനമായതോടെ ക്യാൻസർ അടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. പ്രതിഷേധത്തിന്റെ ഭാഗമായി സമരസമിതിയുടെ നേതൃത്വത്തിൽ ഫാക്ടറി വളയൽ സമരം നടന്നു. കഴിഞ്ഞ കുറേ നാളുകളായി ദുരിതത്തിലാണ് കടുത്തുരുത്തി പഞ്ചായത്തിലെ 8ാം വാർഡിൽ താമസിക്കുന്നവർ. ഇവിടെ പ്രവർത്തിക്കുന്ന നീരാക്കൽ ലാറ്റക്സ് ഫാക്ടറി പുറന്തള്ളുന്ന മാലിന്യം മൂലം ജനജീവിതം ദുസ്സഹമായിരിക്കുകയാണ്. കുടിവെള്ളവും വായുവും മലിനപ്പെട്ടതോടെ പരാതിയുമായി നാട്ടുകാർ രംഗത്തെത്തി. തുടർന്ന് പഞ്ചായത്ത് ഇടപെട്ട് സ്ഥാപനത്തിന് സ്റ്റോപ്പ് മെമ്മോ നൽകി. എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ വീണ്ടും കമ്പനി പ്രവർത്തിക്കുന്നുവെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഇവിടെ താമസിക്കുന്നവർ മാത്രമല്ല, ഇവിടെ പാസ് ചെയ്ത് പോകുന്നവർക്ക് പോലും ഇതിൽ നിന്ന് വമിക്കുന്ന ദുർഗന്ധം വളരെ ദുഷ്കരമായിട്ട് വരുന്നൊരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ നാട്ടുകാർക്ക് മണം എന്നുള്ളതല്ല, അതുകൊണ്ടുണ്ടാക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ അതിലേറെയാണ്. കാരണം ഈ നാട്ടുകാരാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. അത് സ്ത്രീകളെന്നോ പുരുഷന്മാരെന്നോ കുട്ടികളെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ഇവിടെ ഒത്തുചേർന്ന് ഇതൊരു ജനകീയ സമരമാകുന്നത് നമ്മളെ എല്ലാവരെയും ഇത് അഫക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. പഞ്ചായത്ത് അനുമതി നിഷേധിച്ചിട്ടും കളക്ടറുടെ പ്രത്യേക അനുമതി വാങ്ങിയാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നതെന്നാണ് വിവരം. ഇതേ തുടർന്ന് സമരസമിതിയുടെ നേതൃത്വത്തിൽ ഫാക്ടറി വളയൽ സമരവും സംഘടിപ്പിച്ചു. സ്ത്രീകളും കുട്ടികളുമടക്കം 100 കണക്കിന് ആളുകൾ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. സത്യസന്ധമായി വ്യവസായം നടത്തുന്ന ഒരാളോടും നമുക്കൊരു വിരോധമില്ല. വ്യവസായം രാജ്യത്തിന് ആവശ്യമാണ്. എൻ്റെ പ്രവൃത്തി കൊണ്ട് ഞാനൊരു എഞ്ചിനീയറാണ്, ജീവിതകാലം മുഴുവൻ ഒരു വ്യവസായത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളതാണ്. പക്ഷേ വ്യവസായം നടത്തുന്നത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ജോലി കിട്ടാൻ, ഉൽപ്പാദനം നടത്താൻ ഒക്കെ ഉണ്ട്. പക്ഷേ രാജ്യത്തെ ജനങ്ങളുടെ പ്രാഥമിക ആവശ്യമായ ശുദ്ധജലവും ശുദ്ധവായുവും മണ്ണും അവരുടെ ജീവിതവും തകർക്കാനല്ല, അവരുടെ ആരോഗ്യം തകർക്കാനല്ല. ഫാക്ടറിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട പഞ്ചായത്തിനും മലിനീകരണ നിയന്ത്രണ ബോർഡിനും ജില്ലാ കളക്ടർക്കും നാട്ടുകാർ നേരത്തെ ഭീമഹർജി നൽകിയിട്ടുണ്ട്. ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടായതിനെ തുടർന്നാണ് ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത്. എന്നാൽ അവരെ വികസന വിരോധികളെന്ന് മുദ്രകുത്താനും ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. എന്തായാലും ശക്തമായ പ്രതിഷേധങ്ങൾ ഇനിയും ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ, 24. പൊതുജനം കഴുതയല്ല സാർ. നാട്ടുകാർ ഒന്നടങ്കം പറയുന്ന ഒരു കാര്യമുണ്ട്, വ്യവസായങ്ങളോട് ഞങ്ങൾ ആരും എതിരല്ല, പക്ഷേ അതുമൂലം നാട്ടുകാർക്ക് അല്ലെങ്കിൽ അവർ വളർത്തുന്ന മൃഗങ്ങൾക്കൊക്കെ ജീവഹാനി സംഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതെങ്ങനെയാണ് പൊറുക്കുക എന്ന് ചോദിക്കുന്നു നാട്ടുകാർ. ചില പ്രതികരണങ്ങൾ കൂടി കാണാം. 23 വർഷത്തെ ഈ പ്രവർത്തനം കൊണ്ട് നാടാകെ മലിനമസ്തമായി, ജലം മലിനമസ്തമായി, വായു മലിനമസ്തമായി. ഒരു 3.5-4 കിലോമീറ്ററോളം ഇത് വ്യാപിച്ചു കിടക്കുകയാണ്. ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ പറ്റിയല്ല. പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് റീവോക്ക് ചെയ്തതിന് ശേഷം എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നിരന്തരം തോട്ടിലേക്ക് മാലിന്യം ഒഴുക്കി വിട്ടുകൊണ്ടിരിക്കുന്നത്. 10-60 ലക്ഷം രൂപ വാങ്ങിയ പ്രോപ്പർട്ടിയാണ്. ഇന്ന് വരെ അത് വിൽക്കാനോ ആർക്കും സാധിച്ചില്ല. ഈ മലിനവെള്ളം ഒഴുകിക്കൊണ്ട് എൻ്റെ കിണറും എല്ലാം മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ആര് ചോദിച്ചാലും ഫ്രീ ആയിട്ട് വെള്ളം കൊടുക്കുക, ആരും വരുന്നില്ല. എൻ്റെ 10-70 ലക്ഷം രൂപ ഇതിനകത്ത് കിടക്കുവാണ് ഈ ഒരു ഫാക്ടറി കാരണമാണ്. അതിനെന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കണമെന്ന് വരെ ഞങ്ങൾ സമരം ചെയ്തിരിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.